ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേദാരം കാനഡ. എൻ്റെ പേര് അശ്വിനി. ഞാൻ കാനഡയിൽ താമസിക്കുന്ന ഒരു മലയാളി വർക്കിംഗ് മോമാണ്. ഇന്ന് എൻ്റെ ചാനലിൽ ഞാൻ കാണിക്കാൻ പോണത് ക്വിക്ക്, സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് കിച്ചടിയാണ്. കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1/2 കപ്പ് മില്ലറ്റ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യുനോവയാണ്. നമുക്ക് ഏത് മില്ലറ്റ് വേണമെങ്കിലും എടുക്കാം. 1/2 കപ്പ് ദാൽ വേണം, ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത്, 1/2 കപ്പ് വെജിറ്റബിൾസ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റും സ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാമും ആണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകം, നെയ്യ്, പിന്നെ മല്ലിയില. അപ്പം നമുക്ക് കിച്ചടി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് വേണ്ടത് ഒരു ഇൻസ്റ്റാ പോട്ടാണ്. ഇൻസ്റ്റാ പോട്ടിൽ സോട്ടേ മോഡിൽ നമ്മൾ ഓണാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പെരുംജീരകം മൂപ്പിക്കുക. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലോണം മൂപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച പൊടികളും ഉപ്പും ഇടുക. എന്നിട്ട് നല്ലോണം വരട്ടുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്യും. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ദാലും ക്യുനോവയും ഒക്കെ മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 3.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇൻസ്റ്റാ പോട്ടിൻ്റെ ലിഡ് അടച്ചു വയ്ക്കും. അതിനുശേഷം ഇൻസ്റ്റാ പോട്ടിൽ സോട്ടേ മോഡ് ഓഫ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്ക് മോഡ് ഓണാക്കി 15 മിനിറ്റ്സ് വെക്കുക. ഇത് 15 മിനിറ്റ്സ് പ്രഷർ ബിൽഡ് ആവാനുള്ള സമയമാണ്. അതിനുശേഷം പ്രഷർ റിലീസ് ചെയ്യാൻ അനദർ 30 മിനിറ്റ്സ് നമ്മൾ വെക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഈസി, ഹെൽത്തി ആൻഡ് യമ്മി ആയിട്ടുള്ള മില്ലറ്റ് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് റൈത്തയും ലെമൺ ഡേറ്റ്സ് പിക്കിളും ആണ്. Thank you for watching.